അതുകൊണ്ട് കോടതി മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ പ്രശാന്ത് പല തവണയും ഈ ഹൈക്കോടതിയിൽ നിന്ന് ആദ്യ ഉത്തരവ് വരുന്നത് സെപ്റ്റംബർ 9-ാം തീയതിയാണ്. സെപ്റ്റംബർ 9-ഓ 10-ഓ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് അതിന് തൊട്ടടുത്ത ദിവസം PS പ്രശാന്ത് ആദ്യം ഈ സ്വർണ്ണപ്പാളി വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിലൂടെയാണ്, ആദ്യ ഉത്തരവിലൂടെ. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഹൈക്കോടതി ഉത്തരവുകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ SITയുടെ ആദ്യ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇന്നലെയും ഒരു ഉത്തരവ് വന്നു. ഈ ആദ്യ ഉത്തരവ് വന്നതിന്റെ പിറ്റേ ദിവസം PS പ്രശാന്ത് പറഞ്ഞ വിവരം രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളികൾ അതിൽ ഈ സ്വർണം പൂശുന്നു എന്ന് പറയുമ്പോൾ മുൻപത്തെ പരമ്പരാഗത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്വർണം വേണം. അതിന് പകരമായിട്ട് ഇപ്പോൾ ആധുനിക രീതിയിൽ അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി സ്വർണം പൂശുമ്പോൾ സ്വർണത്തിൻ്റെ അളവ് കുറച്ചു മതി. അതുകൊണ്ടാണ് ഇങ്ങനെ 2025 കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലും വിശ്വാസികളുടെ ഇടയിലും രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതും, അത്രയും കിലോ കണക്കിന് സ്വർണം വെച്ച് സ്വർണം പൊതിഞ്ഞതും, 2019-ൽ അതേ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ, അത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം പൂശുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതും. അന്ന് അതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയുമായിരുന്നില്ല. അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ തുടർ ഉത്തരവുകളിലൂടെ ഇതെല്ലാം പുറത്തു വന്നത്. അന്ന് നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടി പ്രശാന്ത് പറഞ്ഞതാണ് ഇങ്ങനെ സ്വർണം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഇതെല്ലാം സമ്മതിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം. ഈ വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ ഓരോ തവണയും അദ്ദേഹം ഹൈക്കോടതി ഉത്തരവുകൾ വരുമ്പോൾ മാറ്റി മാറ്റി പറയുന്നു. അദ്ദേഹം പറയുന്നു അന്വേഷണം നടക്കട്ടെ, എൻ്റെ കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല, 2019-ലാണ് സംഭവിച്ചതെന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്തും PS പ്രശാന്ത് ഇപ്പോൾ പ്രസിഡന്റായ ഈ സമയത്തും സുതാര്യമല്ല എന്നതിന് ഉദാഹരണമാണ് ഹൈക്കോടതിയുടെ നിർണായകമായ കണ്ടെത്തൽ. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? PS പ്രശാന്തും ഈ കേസിൽ ശരിക്കും പ്രതിയാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശങ്ങൾ, ഇന്നലത്തെ ഓർഡറിൽ വന്നിരിക്കുന്നത്. ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസിനെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ ഉത്തരവിൽ തന്നെ വ്യക്തമാകും. ഈ കേസിനെ ഏതാണ്ട് അവര് കൈകാര്യം ചെയ്യുന്നത്, മുമ്പ് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്, മനോഹർലാൽ ശർമ്മ വേഴ്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ട്. ഇതൊരു കൽക്കരി കുംഭകോണം എന്ന് വേണമെങ്കിൽ പറയാം. സ്വകാര്യ കമ്പനിക്ക് 204 കോൾ ബ്ലോക്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1993 മുതൽ 2011 വരെ നടന്ന വൻ കൊള്ളയുടെ ഒരു കോടതി ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് കൂടിയാണ് ഹൈക്കോടതി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് മുൻവിധി കൂടാതെയും സുതാര്യമായും അന്വേഷണ ലക്ഷ്യം നഷ്ടപ്പെടാതെയും അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ SITക്ക് മുന്നോട്ട് പോകാനായിട്ട് ഹൈക്കോടതി വളരെ ഗൗരവകരമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ആ ക്രൈമിലേക്ക് വരുന്നതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കോടതി ഇതിനകത്ത് ഒന്നൊന്നായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ SITയുടെ ആ പ്രൊസീഡിങ്സ് വളരെ പ്രോപ്പറും എഫക്റ്റീവും ലോഫുളും ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഉത്തരവ് ഇറക്കുന്നതെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ദേവസ്വം സർക്കാർ അഭിഭാഷകരെയൊക്കെ പുറത്താക്കി അടച്ചിട്ട മുറിയിൽ ഈ SIT ഓഫീഷ്യൽസുമായിട്ട്, ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് കോടതി നടത്തിയ ആ ഇടപെടൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2019-ലെ തട്ടിപ്പിന്റെ ബാക്കിയാണോ 2029-ലെ 2025? അത് മാത്രമല്ല 2019-ലെ കൊള്ള മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണോ, മോഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണോ 2025-ൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ K അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു. ഞാൻ നേരത്തെ രാവിലത്തെ ന്യൂസ് ട്രെൻഡ്സിൽ സംസാരിച്ചിരുന്നു. അതിൽ അദ്ദേഹം ദേഷ്യപ്പെട്ടാണ് ഇങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള മറുപടി നൽകിയത്. ഒന്നും മറച്ചു വെക്കാനില്ല, മാധ്യമ അജണ്ടയാണ് നടപ്പാക്കുന്നത്. ഇവിടെ 2025-ലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. PS പ്രശാന്ത് ആ സ്ഥാനത്ത് തുടരാൻ അർഹൻ തന്നെയാണ്. മറിച്ചുള്ള അജണ്ടകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് K അനിൽകുമാർ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടിയൊന്ന് കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. എങ്ങനെയാണ് PS പ്രശാന്തിനെ വീണ്ടും സംരക്ഷിച്ചുകൊണ്ട് അതേ പദവിയിൽ തന്നെ ഇരുത്തുന്നത്? അദ്ദേഹത്തോട് രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ പറയണ്ടേ? അല്ല, ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് അന്വേഷണത്തെ ശരിവച്ചിരിക്കുകയാണ്. അന്വേഷണം ശരിവെച്ച ഹൈക്കോടതിയുടെ നിലപാടിനനുസരിച്ച് PS പ്രശാന്തിന് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് ഇതുവരെ അന്വേഷണത്തെ കണ്ടെത്തിയിട്ടില്ല. കണ്ടാത്തരത്തുള്ള കാലം പിന്നെ ഇത് രണ്ടു കൊള്ളത്തെ കാലി കൂട്ടുന്നത്. ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം തൃപ്തികരമാണ്, ഓക്കെ.
അപ്പൊ അന്വേഷണം തൃപ്തികരമാണെന്ന് പറയുമ്പോൾ അതിൽ PS പ്രശാന്തിന് പങ്കുള്ളതായിട്ടാണോ കണ്ടത്? അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഹൈക്കോടതി പറയുന്നത് ശരിയാവുന്നത്? ഹൈക്കോടതി ആരുടെയും വാദം കേട്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ 1 മണിക്കൂർ നേരം അടച്ചിട്ട മുറിയിൽ ആരെയും കയറ്റാതെ പോലീസുകാരോട്ട് കോടതി സംസാരിച്ചു. വക്കീലന്മാർ വാദിച്ചോ? ഇല്ല. കൊടുത്ത കടലാസിൽ അവരുടെ കടലാസിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനം എന്താ? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുള്ള നിർദ്ദേശമാണ്. നിർദ്ദേശം അവർ കേൾക്കട്ടെ. നമുക്കൊരു ഉത്തരവ് ബൈൻഡിങ് ആകുന്ന എപ്പോഴാണ്? നമ്മളെ കൂടെ കേട്ടിട്ട് തീരുമാനം എടുക്കുമ്പോഴാണ്. ദേവസ്വം ബോർഡിനെ കേട്ടോ? കേട്ടിട്ടില്ല. ഇന്നലെ കോടതി ഉണ്ടായ നടപടി എന്ന് പറയുന്നത് ഇൻ ക്യാമറയാണ്. അതിൽ വക്കീലന്മാരെ പോലും ഇറക്കി വിട്ടു. അങ്ങനെയൊക്കെ കോടതി ചെയ്യാൻ പാടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വക്കീലന്മാർക്ക് പ്രവേശനം ഇല്ലാത്ത എന്ത് കോടതിയാണ്? ഏതെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വാങ്ങിച്ചാൽ പോരെ? കോടതി പോയി ഇന്ന് എല്ലാവരും പുറത്തിറക്കിയിട്ടാണോ കോടതി നടത്തുന്നത്? നമ്മൾ നടക്കുന്ന കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്, മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അത് കോടതി എന്താണ് ചെയ്തത് ഉത്തരവിലുണ്ട്. ഉത്തരവ് എന്താണോ അത് നടപ്പാക്കട്ടെ. അല്ല, ഉത്തരവ് നടപ്പാക്കട്ടെ എന്ന് പറയുമ്പോൾ ഉത്തരവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്കാളിത്തം പോലും പറയുമ്പോൾ നിങ്ങളത് കണ്ണടച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും കോടതി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമ്പോൾ ഇത് ആരെ വിഡ്ഢിയാക്കുവാനാണ് ശ്രീ കെ അനിൽകുമാർ? ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി അതിലെ രഹസ്യാത്മകത ചോർന്നു പോകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് അതിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഹൈക്കോടതി ഇന്നൊരു ചെറിയ ഇടക്കാല ഉത്തരവ് നൽകിയത്. അതിന് ഉത്തരവല്ലെന്നും കൂടി താങ്കൾ പറയുമോ എന്ന് എനിക്കറിയില്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2019 കാര്യം മാത്രമല്ല, അതങ്ങനെയാണ്. 2019 നടന്ന വലിയ ക്രമക്കേടാണ്. നിങ്ങളത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രമായിട്ട് കെട്ടിവെക്കുകയാണ്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2025 ഇതേ കാര്യം ആവർത്തിക്കുമ്പോൾ ഹൈക്കോടതി പറയുന്നത് എന്താണ്? 2019 മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ മോഷണവും ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന്. മോഷണം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറയുന്നത്. അത് ക്രമക്കേടല്ലാതെ പിന്നെ എന്താണ് ശ്രീ അനിൽകുമാർ? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ല, ഉണ്ണികൃഷ്ണൻ അല്ലെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി, ഒരു ബൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു പ്രശാന്തിന്റെ, ഒരു 2 ആഴ്ച മുമ്പാണ് തോന്നുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഞങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്, ഞങ്ങൾ മാറ്റി നിർത്തിയതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. മാറ്റി നിർത്തിയ ഒരാൾക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എടുത്തു കൊടുക്കുമോ ഇത്? അതെ. അപ്പൊ നിങ്ങളിപ്പോ എത്രത്തോളം വിഡ്ഢിയായിട്ടാണ് ഈ ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. വിഡ്ഢിയാക്കുകയല്ല, നിങ്ങൾ സ്വയം വിഡ്ഢിയാകുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തവണ ഈ 2025 ശില്പങ്ങൾ കൊടുത്തു വിട്ടോ? കൊടുത്തു. അല്ല പിന്നെ ആർക്കാണ് കൊടുത്തത്? അല്ലാതെ ആർക്കാണ് കൊടുത്തത്? നിങ്ങളെന്താ മനസ്സിലാക്കി? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈയിലേക്ക് എത്തിച്ചു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈ എത്തിച്ചു കൊടുത്തോ? കൊടുത്തോ? എന്റെ എന്ത് മാധ്യമ പ്രവർത്തനം നിങ്ങൾ? പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയൂ എങ്ങനെയാണെന്ന് പറയൂ. പിന്നെ ആരായിരുന്നു സ്പോൺസർ ആരായിരുന്നു? ഓ അത് ശരി. ഇപ്പൊ അതാണ് സ്പോൺസർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ അങ്ങോട്ട് പറയാം. എന്താണ് ഇത്തവണ നടന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സ്വയം വിഡ്ഢിയാകാതിരിക്കണം. ഇത്തവണ നടന്നതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് കോടതിയും മനസ്സിലാക്കുന്ന എന്റെ ധാരണ. എന്താ ഇത്തവണ നടന്നത്? കോടതിയും വിഡ്ഢിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞോ, നിങ്ങളുടെ കാര്യം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോടതി എന്റെ കൂട്ടേണ്ടതിനാ? ഞാൻ കോടതി പറഞ്ഞു മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യം അറിയുകയും ചെയ്യാം. താങ്കൾ ഈ വളച്ചു കെട്ടി പറയാതെ പിന്നെ ആരുടെ കയ്യിലാണ് ഇത് എത്തിയത്? അല്ല, ആരുടെ കയ്യിലാണ് എത്തിയത് പറയൂ. എന്തുകൊണ്ട് വിട്ടുതരാം? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്തവണ ആരാണ് ഈ ദ്വാരപാലക വിഗ്രഹം അല്ലെ ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയത് നിങ്ങൾക്കറിയാവോ? ദ്വാരപാലക ശില്പമൊന്നും അല്ല കൊണ്ടുപോയത്, അതിന്റെ പാളികളാണ് അഴിച്ചെടുത്ത് കൊണ്ടുപോയത്. ശില്പമൊക്കെ അവിടെയുണ്ട്. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങാണോ? താങ്കൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി, ഞാൻ അങ്ങോട്ടും പഠിപ്പിക്കാൻ തുടങ്ങും. അതെ, അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടോ എന്നിട്ട് സംസാരിക്കാം. അല്ല പിന്നെ താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഈ കോടതി ഉത്തരവ് താങ്കൾ വായിച്ചോ? ഒന്ന് വായിച്ചു നോക്കൂ. താങ്കൾ വായിച്ചു കാണുമല്ലോ, താങ്കൾ അഡ്വക്കേറ്റ് അല്ലേ? ഞാൻ മിസ്റ്റർ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയും മിസ്റ്റർ. ഇത്തവണ ആരാണ് ഈ പോറ്റിയാണോ ഈ ചെന്നൈയിലേക്ക് നന്നാക്കാൻ കൊണ്ടുപോയത്? ഇവിടുന്ന് കൊണ്ട് പോറ്റിയുടെ കയ്യിൽ കൊടുത്തു. പോറ്റി മറ്റേ എന്താ സ്ഥാപനത്തിന്റെ പേരെന്താണ്? സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തു. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പോറ്റിയുടെ കയ്യിലാണല്ലോ ഇത് എത്തിയത്, അത്രേ ഉള്ളൂ. പോറ്റിയുടെ കയ്യിലാണല്ലോ ഇത് എത്തിയത്. നിങ്ങൾ വിഡ്ഢിയാന്ന് പറഞ്ഞാൽ കൊണ്ടാ, നിങ്ങൾ വിഡ്ഢിയാസുരനാണ്. വിഡ്ഢിയാസുരനാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം എന്ന്. ഇത്തവണ ശബരിമലയിൽ നിന്ന് ഇത് കൊണ്ടുപോയത് പോറ്റിയല്ല. ഒരു ഘട്ടത്തിൽ പോലും ഇത് പോറ്റിക്ക് കൈമാറിയിട്ടില്ല ഈ പ്രശാന്തിന്റെ കാലത്ത്. അത് മനസ്സിലാക്കാതെയാണ് രാവിലെ ചോദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്തൊരു മാധ്യമ പ്രവർത്തന ഗതികേടല്ലേ? പിന്നെ താങ്കൾ പറയൂ, ആരാണ് കൊണ്ടുപോകുക? ആർക്കാണ് കൊണ്ട് എത്തിച്ചു കൊടുത്തത്? ആരായിരുന്നു ഇതിന്റെ അല്ലല്ല, ആരാണ് ഇടനില? ഓ അപ്പൊ ഇടനിലയാണോ?
അത് ശരി. ഇതെന്താണ് താങ്കൾ പറയുന്നത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ഗ്യാരണ്ടി, അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ 2025-ലും ഇത് മെയിൻ്റനൻസിന് വേണ്ടി ഏൽപ്പിച്ചുവെന്ന്. പിന്നെ എന്താണ് താങ്കൾ പറയുന്നത്? നിങ്ങൾ വിഡ്ഢിത്തരം പറഞ്ഞിട്ട് വീണടുത്ത് കിടന്ന് ഉരുളരുത് കേട്ടോ. ഞാനും